നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ കരുതുന്നത് പോലെ പണമില്ലായ്മയല്ല, പരാജയമല്ല, ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാത്തതുമല്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാത്തതാണ്. നിങ്ങൾ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നു, പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങളൊരു വഴി തീരുമാനിക്കുന്നു, പക്ഷേ ജീവിതം നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് വേദന തുടങ്ങുന്നത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഒരേ പ്രശ്നം രണ്ട് ആളുകളുടെ ജീവിതത്തിൽ വന്നാലും ഒരാൾ തകർന്നു പോകുന്നു, മറ്റൊരാൾ കൂടുതൽ ശക്തനാകുന്നു. ഒരാൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നു, മറ്റൊരാൾ പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നു. എന്തുകൊണ്ട്? ഇതിനുള്ള ഉത്തരം പണ്ട് ചാണക്യൻ പറഞ്ഞ ഒരു ശക്തമായ തന്ത്രത്തിലുണ്ട്. ചാണക്യൻ പറയുന്നത് മനുഷ്യരെ തകർക്കുന്നത് സാഹചര്യങ്ങളല്ല, ആ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളാണ്. ഒരു യോദ്ധാവ് യുദ്ധത്തിൽ തോൽക്കുന്നത് ആദ്യം യുദ്ധഭൂമിയിലല്ല, അവന്റെ മനസ്സിലാണ്. അതുപോലെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ തകരുന്നതും ആദ്യം സാഹചര്യങ്ങൾ കൊണ്ടല്ല, അവന്റെ ചിന്തകൾ കൊണ്ടാണ്. ഒരേ പ്രശ്നത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറത്തു സംഭവിക്കുന്നത്, മറ്റൊന്ന് അതിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ സംഭവിക്കുന്നത്. ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ലഭിക്കില്ല. പക്ഷേ പ്രശ്നങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത് അവസാനിക്കും. ചാണക്യന്റെ ഈ തന്ത്രം മനസ്സിലാക്കിയാൽ ജീവിതത്തിലെ ഭൂരിഭാഗം വിഷമങ്ങളെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്കൊരു തെറ്റായ വിശ്വാസമുണ്ട്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം പുറത്താണ്, എൻ്റെ കുടുംബമാണ് കാരണം, എൻ്റെ ജോലിയാണ് കാരണം, എൻ്റെ സാഹചര്യമാണ് കാരണം, എൻ്റെ സാമ്പത്തിക അവസ്ഥയാണ് കാരണം. പക്ഷേ ഒരു സത്യമുണ്ട്, പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതിൻ്റെ പകുതി മാത്രമാണ്. ബാക്കി പകുതി നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന പോരാട്ടമാണ്. അതാണ് പലരും ശ്രദ്ധിക്കാത്തത്. അതുകൊണ്ടാണ് ചാണക്യൻ ആദ്യം മനസ്സിനെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചത്. കാരണം പുറത്തുള്ള ശത്രുവിനെ തോൽപ്പിക്കുന്നതിലും പ്രയാസമാണ് അകത്തുള്ള ഭയത്തെയും ആശങ്കയെയും തോൽപ്പിക്കുന്നത്. പലരും ജീവിതകാലം മുഴുവൻ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു, പക്ഷേ അവരുടെ യഥാർത്ഥ വേദന അവരുടെ മനസ്സിനുള്ളിൽ തന്നെ തുടരുന്നു. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെ വിട്ടുപോയി. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി, അത്രമാത്രം. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഞാൻ മതിയായ ആളല്ല, എന്നെ ആരും സ്നേഹിക്കില്ല, എൻ്റെ ജീവിതം കഴിഞ്ഞു. ഈ ചിന്തകളാണ് സത്യത്തിൽ നമ്മളെ തകർക്കുന്ന സംഭവമല്ല. ആ സംഭവത്തിന് നമ്മൾ നൽകുന്ന അർത്ഥമാണ് ജോലി നഷ്ടപ്പെട്ടു. യഥാർത്ഥ സംഭവം എന്താണ്? പക്ഷെ മനസ്സ് എന്താണ് പറയുന്നത്? എനിക്ക് ഇനി ഭാവിയില്ല, എല്ലാവരും എന്നേക്കാൾ മുന്നിലാണ്. ഇതാണ് യഥാർത്ഥ വേദന. ചാണക്യൻ പറയുന്നത് സംഭവങ്ങൾക്കല്ല ശക്തിയുള്ളത്, അവയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കഥകൾക്കാണ് ശക്തിയുള്ളത്. അതുകൊണ്ടാണ് ഒരേ സാഹചര്യം ഒരാളെ തകർക്കുമ്പോൾ മറ്റൊരാളെ ശക്തനാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കൂ, പുറത്തുള്ള പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ ഇല്ല. ധനികർക്കും പ്രശ്നങ്ങളുണ്ട്, പാവപ്പെട്ടവർക്കും പ്രശ്നങ്ങളുണ്ട്, വിജയിച്ചവർക്ക് പ്രശ്നങ്ങളുണ്ട്, പരാജയപ്പെട്ടവർക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിജയികളായ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ പുറത്തുള്ള പ്രശ്നങ്ങളെ മാത്രം നേരിടുന്നില്ല, അകത്തെ പ്രശ്നങ്ങളെയും തിരിച്ചറിയുന്നു. അവർ സ്വയം ചോദിക്കുന്നു, ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും വേദനിക്കുന്നത്? സംഭവമാണോ എന്നെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ ധാരണയാണോ? ഈ ചോദ്യം ജീവിതം മാറ്റും. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വലിയ പോരാട്ടം പുറത്തുള്ള സാഹചര്യങ്ങളോടല്ല, നമ്മുടെ സ്വന്തം ചിന്തകളോടാണ്. ഇതാണ് ചാണക്യന്റെ ഏറ്റവും ശക്തമായ തിരിച്ചറിവുകളിൽ ഒന്ന്. ആദ്യം മനസ്സിനെ ജയിക്കുക,
പിന്നീട് ലോകത്തെ ജയിക്കുക. ഇനി മുതൽ ഒരു പ്രശ്നം വന്നാൽ 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഞാൻ അതിന് എന്തർത്ഥമാണ് നൽകുന്നത്? കാരണം സംഭവമല്ല, അതിന് നമ്മൾ നൽകുന്ന അർത്ഥമാണ് പലപ്പോഴും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. തുടർന്ന് ചോദിക്കൂ, ഈ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യം നമ്മളെ പരാതി പറയുന്ന ഒരാളിൽ നിന്ന് പരിഹാരം തേടുന്ന ഒരാളാക്കി മാറ്റും. ചാണക്യൻ പറയുന്നത്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, അവയെ ശരിയായ രീതിയിൽ കാണാൻ പഠിക്കൂ. കാരണം കാഴ്ചപ്പാട് മാറുന്ന നിമിഷമുണ്ടല്ലോ, പ്രശ്നങ്ങളുടെ വലിപ്പവും മാറും. ഇന്നു മുതൽ ഒരു കാര്യം ഓർക്കുക, ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്നത് പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളാണ്. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ അവയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്ത തവണ ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ ഉടൻ സ്വയം ചോദിക്കുക, യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും, അത് ഉറപ്പാണ്. കാരണം ശക്തരായ ആളുകൾക്ക് പ്രശ്നങ്ങൾ കുറവല്ല, അവർ പ്രശ്നങ്ങളെ കാണുന്ന രീതി വ്യത്യസ്തമാണ്. അതാണ് ചാണക്യന്റെ തന്ത്രം. ആദ്യം മനസ്സിനെ ജയിക്കുക, പിന്നീട് ജീവിതം സ്വയം മാറി തുടങ്ങും. മോട്ടിവേഷൻ വീഡിയോക്കായി ഡെയിലി മൈ ഹാപ്പിനെസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.